ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്തുണ്ട് കൃതുകൊണ്ട് ഒരു സാധനം കൊണ്ടുവരുന്നത്. ഞാൻ ചോദിച്ചാൽ എന്താന്ന് ഇതിൽ പമ്പരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അതിൽ വേറൊരു സാധനം കൂടി ഉണ്ട്, ഇങ്ങനെ ഊതിയാൽ ഇങ്ങനെ പൊക്കള ഇങ്ങനെ പോകുന്നു. അന്നേരം എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് എനിക്കറിയാമെന്ന്. അന്നേരം തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് നീ ചെയ്യണം, എൻ്റെ ബേക്ക് ഉമ്മ വന്നിട്ട് വേഗം പോയി കിട്ടോ വീഡിയോ എടുക്കുന്ന വിചാരിച്ചിട്ട്. അങ്ങനെ ഇവിടെ ഉള്ള ഒരു ചെറിയ മോനുണ്ട് എന്താക്കുന്നത് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ ഒക്കെ ഇഷ്ടമായില്ല. ഓള് നേരെ അടുക്കളയിൽ പോയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്നേരം കുറച്ച് നാരങ്ങ കൊണ്ടുവന്നിനു. ആ നാരങ്ങ എടുത്തിട്ട് തിന്നാനുള്ള പരിപാടി. അന്നേരം ഞാൻ വെച്ചാൽ 2 എനിക്കിരുമെന്ന് വെച്ചപ്പോൾ അന്നേരം തന്നെ പറയുകയും ചെയ്തിട്ടോ നല്ല കുട്ടിയാണ് തരിയില്ല തന്നെ പറഞ്ഞിക്ക്. അത് കേട്ട പ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ റഹ്മത്ത് ഖാൻ അവിടെ പോകാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാനും വരുമെന്ന്. ഞാൻ പറഞ്ഞു നീ വരണ്ടാന്ന്. അങ്ങനെയെല്ലാം കൂടി ഞാൻ നേരെ അങ്ങോട്ടേക്ക് വിട്ടുട്ടോ. അവിടെ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് പോകാന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് ഓളും എൻ്റെ ബൈക്കെട്ടിങ് വന്നത്. ഞാൻ അവിടെ എത്തിയ ഉടനെ ഞാൻ നേരെ എന്താക്കി ചായ പിടിക്കാൻ വേണ്ടിയിട്ടും കയറി. റഹ്മത്ത് ഖാൻ നേരം തന്നെ എന്താക്കിയ ഒരു ചായ അങ്ങ് തന്നിട്ടോ, കട്ടൻ ചായ നല്ല അടിപൊളി കടിയും. അവിടെ എന്തോ ഒരു വിശേഷത്തുണ്ടായിട്ട് ഓലാരോ എന്തോ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. വടകരയ്ക്ക് വരുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ നേരം തന്നെ പറഞ്ഞു ഞാൻ റെഡിയാണ്. ഇനി എന്തായാലും വടകര എത്തിയിട്ടുള്ള കാര്യം കാണും. വടകര എവിടെയാണെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പാർക്കിലേക്ക് തന്നെ കേട്ടോ കൊണ്ടുവന്ന്. വന്ന വാടേനെ എൻ്റെ മക്കളെ 10 റുപ്യേൻ്റെ ഒരു ടിക്കറ്റും എടുത്ത വാടേനെ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജിറാഫിനെ തന്നെ കണ്ട്. ഓനെ ഞാൻ നോക്കിയിട്ട് ഓൻ എന്നെ നോക്കുന്ന പോലില്ല. എന്താ വെച്ചുകൊണ്ട് ഓൻ്റെ തല നേരെ മുകളിലോട്ടും എൻ്റെ തല ഓൻ്റെ മുകളിലോട്ട് വെക്കുക. അങ്ങനെയെല്ലാം കൂടി ഞാൻ അന്നേരം തന്നെ എന്താക്കാണ് ഇവിടുന്ന് ഒരു വീഡിയോ എടുത്തേക്ക്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താക്കണം സബ്സ്ക്രൈബും ബെല്ലൈക്കണും ലൈക്കും ഒക്കെ തരണം. കാണുന്ന പോകാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോടുട്ടോ. രാവിലെ എത്ര മണിക്ക് ഓപ്പൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 മണിക്കാണ് തോന്നുന്നത്. പിന്നെ രാത്രി 9 മണി വരെ ഉണ്ട്. 10 റുപ്യേൻ്റെ ടിക്കറ്റ് എടുക്കാൻ വെച്ചാൽ 24 മണിക്കൂർ നമുക്ക് എന്താക്കുക ഇവിടെ തന്നെ കുത്തിരിക്കുക. അത്രയും നല്ല അടിപൊളി പരിപാടിയാണ്. അങ്ങനെ ഞാനെന്താക്കി ഞാനും എൻ്റെ കമ്പനിക്കാരെല്ലാം കൂടി കുറേ നേരം കുത്തിരിഞ്ഞിട്ട് അന്നേരം നമ്മളൊരു തീരുമാനം എടുത്ത് ഒന്ന് കറങ്ങി കളിയാന്ന്. അങ്ങനെ ആളിങ്ങനെ കറങ്ങി ഇങ്ങനെ നോക്കുന്ന സമയത്ത് എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. പാർക്കിങ്ങും ഏരിയ ഒക്കെ ഉണ്ട്, പിന്നെ വലിയൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നേരെ നോക്കുന്നേരാണ് ഐ ലവ് യു വടകര എന്ന് കാണുന്നത്. നമ്മളോട് ഇതുവരെ ആരും ഐ ലവ് യു എന്ന് പറയാത്തതിനെ കൊണ്ട് നമ്മളിട്ട് ആരോട് പറയാനും നിന്നിക്കില്ല കേട്ടോ. വടകര എന്നോട് പറയുകയും ചെയ്ത് ഐ ലവ് യു എന്ന്. അങ്ങനെയെല്ലാം കൂടി ലേശം കൂടി മുന്നോട്ട് പോയാലുണ്ട്. നല്ല അടിപൊളി ലൈറ്റൊക്കെ രാത്രി വന്നാൽ ഒരു രക്ഷയില്ല. നമുക്ക് അത്ര അടിപൊളിയിൽ എന്താക്കുക ഫാമിലിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലവും കൂടി കേട്ടോ. രാത്രി ആകുന്നേരം കുറേ ആൾക്കാർ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. എന്താ വെച്ചുകൊണ്ട് അവിടെ ബർത്ത്ഡേൻ്റെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഓല എന്താക്കുന്നുണ്ട് ബർത്ത്ഡേക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വിളിച്ച് പറയറ്റും ചെയ്ത് എല്ലാം ഓല് സെറ്റ് ചെയ്ത് തരും. അത്രയും ചിലവ് കുറച്ചിട്ട്. പക്ഷേ പാർക്കിൽ വരാൻ വെറും 10 റുപ്യുള്ളൂ. 12 മണിക്കൂർ നമുക്ക് എന്താക്കുക അവിടെ ഇങ്ങനെ കുത്തിരിക്കുക. പുറത്തുനിന്ന് എന്ത് സാധനമാണെങ്കിലും നമുക്ക് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവച്ച് തിന്നുകയും ചെയ്യാമെന്ന് പ്രത്യേകിച്ച് പറയണ്ടെന്ന് പോലെ എല്ലാവരും പറഞ്ഞേക്കും. പക്ഷേ ഞാൻ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ അങ്ങ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കുറേ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നടക്കുന്നുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചാൽ പോലൊക്കെ പറയുകയും ചെയ്തത്. പിന്നെ നമ്മൾ ഏർമാടവും കാര്യങ്ങളൊക്കെ കണ്ടു. ഇവിടെ ഏർമാടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അത്ര ഹൈറ്റിലുള്ള 18 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ മുകളിൽ കയറാൻ പറ്റൂ. ഹൈറ്റ് കൂടുതലുള്ളതിനെ കൊണ്ട് ഏണിയല്ല കയറുമ്പല ഇങ്ങനെ കെട്ടിയിട്ടുള്ള സംഭവമൊക്കെയാണ് ഉള്ളത്. അങ്ങനെ ഇവിടെ ഇങ്ങനെ കറങ്ങാൻ സമയത്ത് ഒരു കാര്യം പറയാൻ പ്രത്യേകിച്ചുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെയും കൂട്ടി കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ എന്താക്കണോ നന്നായിട്ട് കുട്ടികളെ ശ്രദ്ധിക്കണം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തൊഴി എന്തായാലും പൊട്ടും. അങ്ങനെ ഒരു രക്ഷയില്ലാത്ത പരിപാടി. ഞാൻ നേരം തന്നെ കൃതുവിനോട് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിപ്പോൾ ഉള്ള ഒരു അടിപൊളി സ്പോട്ടിലാണ് മോളെ ഇന്നെന്തായാലും കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നീ അങ്ങനെ പറയലല്ലോ എന്നെ കൊണ്ടുപോക്കില്ലല്ലോ എന്ന്. ഞാൻ അങ്ങനെ ഇവിടുന്ന് 10 റുപ്യ ചിലവാക്കിയിട്ട് കുറേ നേരം ഇങ്ങനെ കറങ്ങി. കാരണം എന്ന് വെച്ചുകൊണ്ട് ഇവിടെ എത്താനുള്ളൊരു കാരണം പ്രത്യേകിച്ച് പറയാനുള്ളത് അതൊരു കാരണം തന്നെ. ആ കാരണമാണ് ഇത്. സിനിമക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നതിനു. പക്ഷേ സിനിമേൻ്റെ ടിക്കറ്റ് ഇങ്ങ് തീർന്നുപോയി. അങ്ങനെയെല്ലാം കൂടി എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ ഇരിക്കേണ്ടതെന്ന് വിചാരിച്ച് നോക്കുന്നേരല്ലേ ഇങ്ങോട്ടെത്തിയത്. അങ്ങനെ ഇവിടെ എത്തിയതിനു ശേഷം ഇവിടുന്ന് ഇങ്ങനെ കുറേ നേരം തിരിഞ്ഞ് കളിച്ച് ആ തിരിഞ്ഞ് കളിക്കലാണ് ഈ തിരിഞ്ഞ് കളിക്കൽ. അപ്പം നമ്മളെന്താക്കുക ഫാമിലിയിലായിട്ട് വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ വെറും 10 റുപ്യക്ക് അടിപൊളി ഒരു പാർക്കാണ്. നഗരസഭേൻ്റെ എന്തോ പാർക്കറ്റാണെന്ന് പറഞ്ഞത്. കറക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇത് മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. 10 റുപ്യ ചിലവാക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നന്നായിട്ട് ആസ്വദിച്ചിട്ട് പോവുക. അത് വെറും 10 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം ചായയും കാപ്പിയും അതും ഇതും എന്ന് പറയേണ്ട എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മേടിക്കുകയും ചെയ്യട്ടോ. എല്ലാത്തിനും സാധാരണ പൈസ മാത്രമേ ഉള്ളൂ. അപ്പം മീനിൻ്റെ കാര്യങ്ങളോ അതും തീറ്റ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മേടിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക സബ്സ്ക്രൈബ് ചെയ്യും. ബാക്കി വീഡിയോ നിങ്ങളൊന്ന് കണ്ടുകൊണ്ടിരിക്കും. ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് പ്രത്യേകിച്ച് പറയണ്ടേ. ഒന്ന് ഏർമാടുണ്ട്. രണ്ടാമത്തെ നല്ല അടിപൊളി തോണിയിൽ നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നേരെ കാണുന്ന സംഗതിയില്ലേ അത് തോണിയാണ്. അതിൽ നമുക്ക് എന്താക്കുക കുട്ടികളൊക്കെ കയറ്റി ഇരുത്തിയിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുക. അതിനൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പുറം ഉണ്ട് സ്റ്റാർ മാതിരിയുള്ള സംഗതികളൊക്കെ എല്ലാം എന്താണ് ഒരു നൊസ്റ്റാൾജിയ ഫീലുള്ള സാധനവും പിന്നെ നല്ല തണലും എല്ലാം ഉള്ളൊരു സംഗതി കേട്ടോ. ഉച്ചക്കും രാവിലെ ഒക്കെ വരെയായിട്ടും വെച്ചാൽ നന്നായിട്ട് ആസ്വദിക്കുക തന്നെ ചെയ്യുക. നല്ല തണലൊക്കെ ഉള്ള ഈ ബിൽഡിങ്ങിലാണ് ബർത്ത്ഡേൻ്റെ അതിൻ്റെ ഒക്കെ പരിപാടി റിസപ്ഷനൊക്കെ നടക്കുന്നൊരു സ്ഥലം. ഈ കുട്ടീൻ്റെ ഏതൊരു ബർത്ത്ഡേ ഉണ്ടെന്ന് തോന്നുന്ന ഞങ്ങൾ പോയ സമയത്ത്. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ നമ്മളെ പുതിയ സ്റ്റാൻഡിൻ്റെ നേരെ ബാക്കിൽ തന്നെ കേട്ടോ ഈ ഒരു ലൊക്കേഷനിലെ